ഹലോ നമസ്കാരം. ഞാൻ പ്രീത ധനപാൽ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്, ഒരു മൈൻഡ് പവർ കോച്ചാണ്. നിങ്ങൾക്ക് ഞാൻ കുറേ ടെക്നിക്കുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ കുറേ പേര് ആ ടെക്നിക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരൊക്കെ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ചെയ്തിട്ട് നല്ല ഫലം കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ഫോളോ ചെയ്ത് ഒരുപാട് മാറ്റം വന്നവർ എന്നെ വിളിച്ചു പറഞ്ഞു. പിന്നെ ചിലർക്ക് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും മനസ്സിലാകാത്തവർ എന്നെ വീണ്ടും വിളിച്ച് ചോദിച്ചു എങ്ങനെയാണിത് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത് എന്നൊക്കെ എന്നെ വിളിച്ചു ചോദിച്ചു. ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്ന് വിളിച്ച് പറഞ്ഞതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് അതിന് നന്ദി പറയുവാണേ. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇനി ഞാൻ പറഞ്ഞു തന്ന ടെക്നിക്കുകൾ ചിലർക്ക് മനസ്സിലാകാതെ വന്നതോ അത് ചെയ്തേണ്ട മെത്തേഡിന് വ്യത്യാസം വന്നതോ എന്താണെങ്കിലും നിങ്ങളൊന്ന് മാനിഫെസ്റ്റ് ആകാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. ഞാൻ ഈ പറയുന്നൊരു മന്ത്രം കൂടി നിങ്ങൾ ഒന്ന് ചൊല്ലി നോക്കുക. ചൊല്ലിയിട്ട് ആ മന്ത്രം കൂടി നിങ്ങൾ എന്താണോ, ഇപ്പം മണിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഹെൽത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ആ മന്ത്രത്തിൻ്റെ കൂടെ നമ്മൾ ഈ വാക്കുകൾ കൂടി ചേർക്കുക. ഇപ്പം മണിയാണെങ്കിൽ മണി, ഹെൽത്താണ് ഹെൽത്ത്, അങ്ങനെ നിങ്ങൾക്ക് വേറെ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത് ആ കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ യോജിപ്പിച്ച് നിങ്ങൾ ചൊല്ലുക. അത് ചൊല്ലേണ്ടത് ഒന്നല്ലെങ്കിൽ നമ്മൾ 21 പ്രാവശ്യം ചൊല്ലണം, അതല്ലെങ്കിൽ 108 പ്രാവശ്യം ചൊല്ലുന്നതാണ് ഏറ്റവും ഫലം കേട്ടോ. അങ്ങനെ ചൊല്ലാൻ പറ്റുന്നവരെ അങ്ങനെ തന്നെ ചൊല്ലുക. അങ്ങനെ നിങ്ങളൊരു 21 ദിവസം ചൊല്ലി കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല പവറാകും. ഏത് കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താലും നിങ്ങൾ എന്താണോ പറയുന്നത്, എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് നടക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുകൂടി ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അങ്ങനെ നമ്മൾക്ക് ഓരോന്നായിട്ട് പഠിച്ചു വരാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഇതും കൂടി ഞാൻ പറയുകയാണേ. ഈ മന്ത്രത്തിൻ്റെ പേര് വേറൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. മിക്കവർക്കും അറിയാം, അല്ലെങ്കിൽ യൂട്യൂബ് വഴിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. എന്താണെങ്കിലും ചിലരൊക്കെ ഇത് പ്രാക്ടീസും ചെയ്ത് കാണും. ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ മന്ത്രം കൂടി ഒന്ന് ചൊല്ലുക. ഹോണോപ്പണോപോണോ പ്രയർ എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾ ഇത് ചൊല്ലുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധയോടുകൂടി ചെല്ലുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു വിശ്വാസം വേണം, ഇതുകൊണ്ട് നടക്കും എന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. അത് നമ്മൾ വിശ്വാസത്തോടുകൂടി ഏത് കാര്യം ചെയ്തെങ്കിലല്ലേ പെട്ടെന്ന് ഫലിക്കുകയുള്ളൂ. അത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമാണ്. ഇത് ചൊല്ലാൻ നേരത്ത് നിങ്ങൾ ഒന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വല്ല മുത്തുമാലയോ അല്ല എന്തെങ്കിലും ഒന്ന് നമ്മളിങ്ങനെ കൗണ്ട് ചെയ്യാൻ വേണ്ടി വിരലിലൊക്കെ നമ്മൾ കൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും, നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോകും. ഒരു മുത്തുമാലയോ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ജപമാല എന്നൊക്കെ പറയില്ലേ, നിങ്ങൾക്കറിയാലോ ജപമാല എന്നൊക്കെ പറഞ്ഞാൽ ആ ജപമാലയോ എന്തായാലും മതി. നിങ്ങൾ 108 തവണ ചൊല്ലാനായിട്ട് ഒരു 108 മുത്തുള്ള ഒരു ജപമാല കയ്യിൽ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് രീതി കൗണ്ട് ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ശ്രദ്ധ കൗണ്ടിങ്ങിലേക്ക് പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെല്ലേണ്ടത് വേറൊന്നുമല്ല, ഇങ്ങനെ നമ്മൾ നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ടിരുന്നിട്ട് നമ്മൾ ദീർഘനിശ്വാസം വലിച്ച് ഇങ്ങനെ നന്നായിട്ടുള്ളിലേക്ക് എടുത്ത് പുറത്ത് വിട്ടതിന് ശേഷം അതൊക്കെ സ്ലോവിൽ ചെയ്യണം കേട്ടോ. വളരെ ശ്രദ്ധയോടെ അതിൽ ശ്വാസത്തിൽ മാത്രമായിരിക്കണം നമ്മുടെ ശ്രദ്ധ. നമ്മൾ അങ്ങനെയല്ലേ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്താ പറയേണ്ടതെന്ന് നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അത് നിങ്ങളിങ്ങനെ 108 പ്രാവശ്യം ചൊല്ലണം. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇപ്പം മണിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല അല്ലേ? എന്താ പറയേണ്ടത്? ഇതേപോലെ തന്നെ ചൊല്ലിയിട്ട് ഡിയർ മണി, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇപ്പം ഹെൽത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്താണ് നിങ്ങളുടെ വിഷയമെങ്കിൽ ആ ഹെൽത്ത് കൂടി അതിൽ ചേർത്ത് ഏത് ഭാഗത്താണ് എന്താണ് നിങ്ങൾക്ക് വേണ്ട, ശരീരം മൊത്തം നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈക്കോ കാലിനോ വേദനയോ അല്ല ഏതെങ്കിലും ഭാഗത്ത് വേദനയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അസുഖം അത് വെച്ച് നിങ്ങൾക്കിത് മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ചൊല്ലുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ചൊല്ലണം. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അത് നിങ്ങൾ വളരെ സ്ലോവിൽ ചൊല്ലിയാൽ അത്രയും നല്ലതാണ് കേട്ടോ. നിങ്ങൾ മനസ്സിൽ നല്ലതുപോലെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഈ മന്ത്രം ഒന്ന് ചൊല്ലി നോക്കൂ. നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. ഒരു ദിവസം ഒരു 11 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ചൊല്ലുക. 108 തവണ ചൊല്ലുന്നതാണ് ഏറ്റവും എഫക്റ്റ്. നമ്മളുടെ കാര്യത്തിൻ്റെ ഇതനുസരിച്ച് വേണം നിങ്ങൾ ചൊല്ലാനായിട്ട്. നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് മാനിഫെസ്റ്റ് ആകേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് 108 ആവർത്തി നിങ്ങൾ ചൊല്ലണം. ചൊല്ലുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു ജപമാല കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലുന്നത് നിങ്ങൾ
രാത്രിയിലാണ് ചൊല്ലുന്നതെങ്കിൽ നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഈ മന്ത്രം ചൊല്ലുക. അത് നിങ്ങൾ ചൊല്ലുമ്പോൾ മിററിൽ നോക്കി ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ്. അത് നിങ്ങൾ ചൊല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മിററിൽ നോക്കിയിട്ട് നമ്മളിങ്ങനെ ഇതേ രീതിയിൽ തന്നെ ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ ആ ഒരു ഭാവം ഉൾക്കൊണ്ട് വേണം, നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഇതാണ് നമ്മൾ പറയുന്നത്, നമുക്ക് എന്തിനു വേണ്ടിയാണ് പറയുന്നത്. അപ്പം ആ കാര്യം നടന്ന ഒരു സന്തോഷം നമുക്കുണ്ടാവില്ലേ, നമുക്ക് ആ ഒരു കാര്യം നടന്നതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ പറയാം. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ലോജിക് ഒന്നും നോക്കരുത് കേട്ടോ. ഇതൊക്കെ ഒരു മാജിക്കാണ് എന്ന് വേണം പറയാനായിട്ട്. ലോജിക്കിൻ്റെ ഒക്കെ പുറകെ പോയാൽ ഇതൊന്നും മാനിഫെസ്റ്റ് ആവില്ല. നമ്മളുടെ വിശ്വാസമാണ് ഏറ്റവും വലുത്. നമുക്ക് വിശ്വാസമുണ്ടോ ഇതെല്ലാം മാനിഫെസ്റ്റ് ആകും, അത് ഉറപ്പായ കാര്യമാണ്. എൻ്റെ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. ഹെൽത്തിനാണെങ്കിലും മണിയിലാണെങ്കിലും ഒക്കെ എനിക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, 5-6 വർഷത്തിന് മുമ്പ് നമുക്ക് വന്ന കൊറോണ നമ്മുടെ എല്ലാ സ്ഥാപനത്തെയും ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഏത് കാര്യം വന്നാലും, ഇപ്പം ഈ കൊറോണ പോലുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ, നിപ്പ, കൊറോണ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ശരിക്കും ഏറ്റവും ആദ്യം അടയ്ക്കുന്നതും നമ്മുടെ ബ്യൂട്ടി പാർലറായിരിക്കും, ഏറ്റവും അവസാനം തുറക്കുന്നതും ബ്യൂട്ടി പാർലറായിരിക്കും. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ടാകും പാർലറിൽ. കാരണം കുറേ വർക്കുകളൊക്കെ നമുക്ക് പെൻഡിങ് ആവും. പിന്നെ നമുക്ക് സമയത്ത് വർക്ക്, ഞാനിപ്പം ബ്യൂട്ടി പാർലർ സ്റ്റിച്ചിങ്ങും ഒക്കെ കൂടിയുണ്ട്. അപ്പം നമുക്ക് പറയണ കാര്യങ്ങൾ പറയണ സമയത്ത് ചെയ്യാൻ പറ്റാതെയൊക്കെ വന്നു ആ കൊറോണയുടെയൊക്കെ ടൈമിന്. അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്കിപ്പം വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ എന്താണെങ്കിലും നമുക്ക് നന്നായിട്ട് ഇപ്പം അത് ചെയ്തു പോകാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തു വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ടായി, എൻ്റെ കുടുംബത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടായി. അപ്പം അതൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിതൊക്കെ പറഞ്ഞു തരണം. പിന്നെ ഞാൻ 1-2 പേർക്കൊക്കെ ഇതേപോലെ തന്നെ പറഞ്ഞു കൊടുത്തിട്ട് അവർക്കൊക്കെ വന്ന മാറ്റങ്ങൾ അതുമൊക്കെ കൂടി കൊണ്ടാണ് ഞാൻ നിങ്ങളോടും ഇങ്ങനെ ഒരു കാര്യം പറയാനായിട്ട് തീരുമാനിച്ചത്. അപ്പം നിങ്ങളും ഇതൊക്കെ ചെയ്തു നോക്കുക, നല്ല കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം ഞാനിപ്പോൾ ഒറ്റയടിക്ക് പറയുന്നില്ല. നിങ്ങൾക്കും കൺഫ്യൂഷനാവും, അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ പ്രയർ നിങ്ങളൊന്ന് ചൊല്ലുക. നിങ്ങൾ രാത്രിയിൽ രാവിലെ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് ചൊല്ലാം കേട്ടോ. ഇന്ന സമയമൊന്നുമില്ല, ഇതിനൊരു റെസ്ട്രിക്ഷനും ഇല്ല, ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചൊല്ലാം. പിന്നെ ഏറ്റവും ഫലമുള്ളത്, നമുക്കിപ്പം നാളെ ഒരു കാര്യം നടക്കണം ഉണ്ട് എങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഈ കാര്യം ഈ പ്രയർ നമ്മൾ ചൊല്ലിയിട്ട് അത് മിററിൽ നോക്കി നമ്മൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഫലം കിട്ടും. മിററിൽ നമ്മളെ തന്നെയല്ലേ കാണുന്നത്, നമ്മളോട് തന്നെ ആ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞ് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് അല്ലേ. അപ്പോൾ അത് പിടിയിന്ന് തന്നെ മാനിഫെസ്റ്റ് ആകും. നിങ്ങൾക്ക് എന്താണോ ബുദ്ധിമുട്ടുള്ളത് അതനുസരിച്ച് നിങ്ങൾ ഈ പ്രയർ ഒന്ന് ചൊല്ലി നോക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങൾ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്, ഈ പ്രയറും ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതിൽ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഈ പ്രയർ ചൊല്ലാനായിട്ട്, തെറ്റിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ജപമാല കയ്യിൽ വെച്ചിട്ട് അത് വെച്ച് കൗണ്ട് ചെയ്ത് നിങ്ങൾ ഇതാകും. അല്ലെ നമ്മൾ വിരലിലൊക്കെ കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ കൗണ്ടിങ്ങിലേക്കാവും നമ്മുടെ ശ്രദ്ധ. ഏതെങ്കിലും എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയോ എന്നൊക്കെ നമുക്ക് തോന്നും. അത് വരാതിരിക്കാനാണ് ഒരു ജപമാല നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മുത്തുമാലയായാലും മതി, എന്തായാലും 108 തവണ കിട്ടത്തക്ക രീതിയിൽ നമുക്കൊരു മുത്തുമാല നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ ഈ പ്രയർ ചൊല്ലി നോക്കൂ. നിങ്ങളുടെ ജീവിതം ഒത്തിരി വ്യത്യാസം ഉണ്ടാകും. നമുക്ക് ഇപ്പോൾ ജീവിക്കുന്നതിൽ നല്ല മെച്ചപ്പെട്ടൊരു ജീവിതം നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം ഒരുപാട് സഫർ ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ ജീവിതത്തിൽ, മണിയുടെ കാര്യത്തിലും ഹെൽത്തിൻ്റെ കാര്യത്തിലൊക്കെ സഫർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും ഞാൻ ഒന്നുകൂടി പറയുവാണ്, നിങ്ങളിത് ഒന്നുകൂടി ഒന്ന് മനസ്സിരുത്തി ഈ പ്രയർ ഒന്ന് ചൊല്ലി നോക്കൂ. നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം ഉണ്ടാകും. ഏത് കാര്യത്തിന് വേണമെങ്കിലും നമുക്ക് ഈ പ്രയർ ചൊല്ലാം കേട്ടോ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ വേറെ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് ആർക്കെങ്കിലും ഒരു അസുഖം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് നമുക്ക് ഈ പ്രയർ അവർക്ക് വേണ്ടി ചൊല്ലാം. അപ്പം നിങ്ങൾക്ക് എന്താണെങ്കിലും ഈ പ്രയർ ചെല്ലുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ചിന്തിക്കണം, നിങ്ങൾ മനസ്സിൽ എന്താണോ നിങ്ങൾക്ക് ആഗ്രഹം സാധിച്ചതായിട്ട് നിങ്ങൾ ആ ഒരു സന്തോഷം ഉൾക്കൊണ്ട് വേണം നിങ്ങൾ ഈ പ്രയർ ചൊല്ലാനായിട്ട്. നിങ്ങളെല്ലാവരും ചൊല്ലുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.